എവ്രിവൺ വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നുള്ള ചാപ്റ്ററാണ്. നല്ലൊരു സ്റ്റോറിയാണ്. അതിൻ്റെ മലയാള എക്സ്പ്ലനേഷനും കൂടി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഫുൾ വീഡിയോയിൽ നമ്മൾ ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് ഫസ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ബോൺസ് ഓഫ് ലൈഫ് എന്നുള്ളതാണ്. അതിൽ 3 ചാപ്റ്റേഴ്സാണ് വരുന്നത്. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി, ദ 7 ഏജസ് ഓഫ് മാൻ, ലിറ്റിൽ തിങ്സ് മാറ്റർ. യൂണിറ്റ് ഫസ്റ്റിൻ്റെ പേര് ബോൺസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ 3 ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്യുന്നത് സിംഗിൾ തീമാണ്. അതായത് ലൈഫിൽ നമ്മളുടെ മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, അത് ഗ്രാൻഡ് പാരൻസ് ആവാം, നമ്മുടെ ഫാദേഴ്സ് ആവാം, മദേഴ്സ് ആവാം, അവരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ്, അത് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കേണ്ട ഇമ്പോർട്ടൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ 3 ചാപ്റ്റേഴ്സിലും ഡിസ്കസ് ചെയ്യുന്നത്. സോ യൂണിറ്റ് ഫസ്റ്റ് ബോൺസ് ഓഫ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് മഹാത്മാഗാന്ധിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ, ഒരു ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് സണ്ണും നല്ല കൈകോർത്ത് പിടിച്ച് ആയിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ. അത് പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് വളരെ ക്ലിയർ കട്ടാണ് ഈ സ്റ്റോറി പറയാൻ പോകുന്നത്. ഒരു ഗ്രാൻഡ് പാരൻസിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റോറിയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്കപ്പോൾ ഗാന്ധിൻ്റെ ആ കോട്ടൊന്ന് നോക്കിയാലോ. ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി ഈസ് നോട്ട് ബീയിങ് ഹ്യൂമൻ ബട്ട് ഇൻ ബീയിങ് ഹ്യൂമെയിൻ. അതായത് അദ്ദേഹം പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് മനുഷ്യനാവുക എന്നുള്ളതല്ല, മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയാവുക എന്നുള്ളതാണ്. അല്ലേ, എത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് മഹാത്മാഗാന്ധി പറയുന്നത്. വെറുതെ ഹ്യൂമൻ ആയിട്ട് കാര്യമില്ല, ആ ഹ്യൂമാനിറ്റി എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവേണ്ട കാര്യമാണ്. നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അവിടെ ഒരു കോമിക് സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്കതെന്താണെന്ന് നോക്കിയാലോ. പിക്കിൾസ്. ഓക്കെ, ഒരു ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് സണ്ണും ഒരു പ്ലേ ഗ്രൗണ്ടിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ അവിടെ ഗ്രാൻഡ് സണ്ണിനോട് സംസാരിക്കുകയാണ്. ലൈഫ് വാസ് എ ലോട്ട് മോർ ഡേഞ്ചറസ് വെൻ ഐ വാസ് എ കിഡ്. ഞാൻ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര അപകടങ്ങൾ നിറഞ്ഞതായിരുന്നു. വി ഡിഡിൻ ഹാവ് പ്ലേ ഗ്രൗണ്ട്സ്, വി പ്ലേഡ് ഓൺ റെയിൽ റോഡ് ട്രാക്സ് ആൻഡ് ഫാം എക്യുപ്മെൻറ്റ്സ്. ഞങ്ങൾക്ക് കളിക്കാനായിട്ട് നിങ്ങളെപ്പോലെ പ്ലേ ഗ്രൗണ്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത് റെയിൽ റോഡ് ട്രാക്സിലും അതേപോലെ തന്നെ ഫാം എക്യുപ്മെൻറ്റ്സിനും, പണിക്ക് കൊണ്ടുവരുന്ന ഫാം എക്യുപ്മെൻറ്റ്സിലും കാര്യങ്ങളിലൊക്കെയാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. ഇറ്റ്സ് എ വണ്ടർ എനി ഓഫ് അസ് സർവൈഡ്. ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടത് തന്നെ അത്ഭുതമാണെന്നാണ് ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് സണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ടു ഗെറ്റ് ബൈ യു ഹാഡ് ടു ബി ടഫ് ആൻഡ് യു ഹാഡ് ടു ഗ്രോ അപ്പ് ഫാസ്റ്റ്. അത് ഞങ്ങളെങ്ങനെയാണ് അനുഭവിച്ചതെന്നൊക്കെ അറിയണമെങ്കിൽ വളരെ കഠിനതകളിലൂടെ വളർന്നാൽ മാത്രമേ നിങ്ങൾക്കത് അറിയാനായിട്ട് പറ്റുള്ളൂ. ഹൗ ഓൾഡ് ആർ യു നൗ സൺ? 6. അതായത് ഗ്രാൻഡ് ഫാദർ ആ സമയത്ത് ഗ്രാൻഡ് സണ്ണിനോട് നിൽക്കുകയാണ്, നിനക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? ഇനിയാണ് അവിടെ കോമഡി വരുന്നത്. കുട്ടി 6 എന്നുള്ളത് മറുപടി പറഞ്ഞപ്പോൾ മുത്തശ്ശൻ എന്താ പറയുന്നത്? വെൻ ഐ വാസ് യുവർ ഏജ് ഐ വാസ് 8.5. ഞാൻ നിൻ്റെ പ്രായമായിരുന്നപ്പോൾ എനിക്ക് 8.5 വയസ്സായിരുന്നു. അതായത് അവർ പറയുന്നത്, നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ പറയാറുണ്ട് അല്ലേ, നമ്മുടെ മുത്തശ്ശിയൊക്കെ പഴയ കാലത്തെ പറ്റി പറയാൻ തുടങ്ങുന്ന കേട്ടോ മൊത്തം തള്ളലാണ് പറയുന്നതെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. പക്ഷേ ആക്ച്വലി അത് തള്ളലാണോ? അല്ല. അവർ വളർന്നു വന്ന സാഹചര്യങ്ങളും നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം ഇവിടെ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. കോമഡി ആയിട്ടാണോ, എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ഇവിടെ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഹു ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ കോമിക് സ്ട്രിപ്പ്? കമൻറ്റ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. എന്താണ്, ആരൊക്കെയാണ്? ഒരു ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് സണ്ണും ആണ്. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? അവർ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് സണ്ണും ആണെന്നുള്ളതാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. പിന്നെ വേർ ഡസ് ദ ആക്ഷൻ ടേക്ക് പ്ലേസ്? എവിടെയാണ് ഈ ആക്ഷൻ നടക്കുന്നത്? പ്ലേ ഗ്രൗണ്ട് അല്ലെങ്കിൽ പാർക്കിലാണ് അല്ലേ. സോ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ കോൺവെർസേഷൻ? അവരുടെ കോൺവെർസേഷനിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? ഡു യു കൺസിഡർ ദിസ് കോൺവെർസേഷൻ ഹ്യൂമറസ്? വൈ? നിങ്ങളത് കോൺവെർസേഷൻ ഹ്യൂമറസ് ആയിട്ട് കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് വിട്ടുതരികയാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ സ്വയമായ വിലയിരുത്തലാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കാം, എന്നാലും കൃത്യമായിട്ട് വിലയിരുത്തി അഭിപ്രായം പറയാം. സോ നമുക്കിനി ചാപ്റ്ററിലേക്ക് പോകാം.
So let's read and reflect. Have you ever spent some time with your grandparents? What is or was your favorite activity with them? Let's join a grandson and grandmother on their journey and explore the beauty of the landscape and the warmth of their relationship. അതായത് നമ്മളിനി പഠിക്കാൻ പോകുന്ന സ്റ്റോറി വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ഗ്രാൻഡ്സണിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും ഇൻറ്റിമസി ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റോറിയിലേക്ക് പോവാം. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. സോ ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റൻറ്റ് റോർ ഓഫ് ദ റിവർ ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ് ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹെർ ഗ്രാൻഡ് സൺ മണി. അതായത് ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് മദറിനെ പറ്റിയാണ്. ഗ്രാൻഡ് മദറിന് എന്താണ്, വളരെ കുറച്ച് മാത്രമായിട്ടാണ് കേൾക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു പുഴയുടെ ഒഴുക്കും അതുപോലെ തന്നെ സ്മെൽ ദ പൈൻ നീഡിൽസ്, അത് പൈൻ നീഡിൽസിന് ടച്ച് ചെയ്ത് അല്ലെങ്കിൽ സ്മെല്ല് ചെയ്തൊക്കെയാണ് ഗ്രാനി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രാൻഡ് സണ്ണായ മണീൻ്റെ പ്രസൻസ് ഒക്കെ ഫീൽ ചെയ്യാറാണ് ഗ്രാനി ചെയ്യാറ്. സോ ഷീ കുഡിൻ സീ ദ റിവർ ഓർ ദ ട്രീസ്. ഗ്രാനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ട്രീസോ റിവറോ ഒന്നും കാണാനായിട്ട് പറ്റില്ല. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫസി ഹെയർ ആൻഡ് സംടൈംസ് ഹിസ് ബ്ലാക്ക്ബെറി ഐസ് ആൻഡ് ദ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹീ സ്മൈൽഡ്. എങ്ങനെയാണ് ഗ്രാൻഡ് സണ്ണിനെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? മണീൻ്റെ ആ ഫസി ഹെയറിൽ ടച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവൻ്റെ ആ ബ്ലാക്ക്ബെറി ഐസ്, അത്ര തിളക്കമുള്ള ഐസ് ആയതുകൊണ്ട് അത് കണ്ടിട്ടോ അല്ലെങ്കിൽ ആ പല്ലിൻ്റെ തിളക്കം കണ്ടിട്ടൊക്കെ, അവൻ ചിരിക്കുന്ന സമയത്ത് പല്ലിൻ്റെ തിളക്കം കണ്ടിട്ടൊക്കെയാണ് ഗ്രാനി അത് മണി ആണെന്നുള്ളത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാറുള്ളത്. അത്രയ്ക്ക് വളരെ കുറച്ച് മാത്രമേ ഗ്രാനിക്ക് കാണുള്ളൂ. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്. വളരെ പഴകിയ ഒരു കണ്ണടയാണ് ഗ്രാനി ഉപയോഗിക്കുന്നത്. ഷി ഹാഡ് ബീൻ വിയറിംഗ് ദം ഫോർ വെൽ ഓവർ 10 years. ഏകദേശം 10 വർഷത്തോളമായിട്ട് സെയിം കണ്ണടയാണ് ഗ്രാനി ഉപയോഗിക്കുന്നത്. ഹെർ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റഡിലി വീക്കർ ആൻഡ് ദ ഗ്ലാസസ് വേർ നൗ സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്. ഇപ്പോൾ ഗ്രാനിയുടെ കണ്ണിൻ്റെ കാഴ്ച ഏകദേശം വളരെ വീക്കായിട്ടാണ്. അതുപോലെ തന്നെ ഗ്രാനിയുടെ കണ്ണടയൊക്കെ എന്തായിട്ടുണ്ട്, സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ച് സ്ക്രാച്ച് ആയിട്ടുണ്ട്. സോ ദർ വാസ് വെരി ലിറ്റിൽ ഷീ കുഡ് സീ ത്രൂ ദം. അതുകൊണ്ട് തന്നെ വളരെ മങ്ങിയ രീതിയിൽ മാത്രമേ ഗ്രാനിക്ക് ആ കണ്ണടയിലൂടെ കാഴ്ചകൾ കാണാൻ കഴിയുള്ളൂ. സോ മണി ആൻഡ് ഹിസ് ഫാദർ ഫെൽ ദാറ്റ് ഇറ്റ് വാസ് ഹൈ ടൈം ഗ്രാനി ഹാഡ് ഹെർ ഐസ് ടെസ്റ്റഡ് ആൻഡ് ഗോട്ട് ഹെർസെൽഫ് ന്യൂ ഗ്ലാസസ്. മണിക്കും അവൻ്റെ അച്ഛനും ഒരുപോലെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് എന്താണ്, കുറേ നാളായി ഗ്രാനീൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ പുതിയൊരു കണ്ണട വെച്ചിട്ടും. സോ വെൽ യു നോ വി കാൺ ഗെറ്റ് ദം ഇൻ ദ വില്ലേജ് സെഡ് ഗ്രാനി. ഗ്രാനി അത് അവർ പറയുന്ന എക്സ്ക്യൂസ് എന്താണ്, നിങ്ങൾക്കറിയില്ലേ കണ്ണ് ടെസ്റ്റ് ചെയ്യാനും കണ്ണട മേടിക്കാനൊന്നും വില്ലേജിൽ നടക്കില്ല എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. സോ മണി സെഡ് യു വിൽ ഹാവ് ടു ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ ദ മുസോറി, ദാറ്റ് ഈസ് ദ നിയറസ്റ്റ് ടൗൺ. അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യണം, മുത്തശ്ശി എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ നിയറായിട്ടുള്ള മുസോറിയിൽ ഐ ഹോസ്പിറ്റലിൽ പോയി ഐ കാണിക്കേണ്ടത് നിർബന്ധമാണ്. മണി അങ്ങനെ പറയുന്നു. ബട്ട് ദാറ്റ്സ് എ 2-day ജേർണി പ്രൊട്ടസ്റ്റഡ് ഗ്രാനി പറയാണ്, ഹേയ് അതൊന്നും നടക്കില്ല, ഏകദേശം 2 ദിവസത്തെ യത്രയുണ്ട് ആ ടൗണിലേക്ക്, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നാണ് ഗ്രാനി പറയുന്നത്. സോ ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. ഏത് സമയവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ പറഞ്ഞ് ഒഴിവാവാനാണ് ഗ്രാനി ശ്രമിക്കുക. സോ ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. അതിൻ്റെ മെയിൻ റീസൺ എന്താണ്, മണീനെ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒറ്റയ്ക്കാക്കിയിട്ട് അല്ലെങ്കിൽ എന്താണ് അവിടെ പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് മുത്തശ്ശിക്ക് സാധ്യമല്ല. സോ ഹി വാസ് 11 ആൻഡ് ക്വൈറ്റ് കാപ്പബിൾ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. ഇപ്പോൾ അവന് ഏകദേശം 11 വയസ്സുണ്ട്, അതുപോലെ തന്നെ സ്വന്തം കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാനുള്ള പ്രായമായിട്ടുണ്ട്. സോ ബട്ട് ഗ്രാനി ഹാഡ് ബ്രോട്ട് ഹിം അപ്പ് എവർ സിൻസ് ഹിസ് മദർ ഹാഡ് ഡൈഡ് വെൻ ഹി വാസ് ഓൺലി a year old. അമ്മ, അതായത് മണീൻ്റെ അമ്മ, അവന് ഏകദേശം 1 വയസ്സായപ്പോൾ തന്നെ മരിച്ചു പോയതാണ്. അപ്പം തൊട്ട് ഗ്രാനിയാണ് അവനെ വളർത്തുന്നത്. സോ ഷീ വാസ് ഹിസ് നാനി, ദാറ്റ് മീൻസ് മറ്റേണൽ ഗ്രാൻഡ് മദർ, ആൻഡ് ഹാഡ് കെയർ ഫോർ ബോയ് ആൻഡ് ഫാദർ ആൻഡ് ദ കൗസ് ആൻഡ് ഹെൻസ് ഇൻ ദ ഹൗസ് ഹോൾഡ് വിത്ത് ഗ്രേറ്റ് എനർജി ആൻഡ് ഡിവോഷൻ. ആ അമ്മയുടെ മരണശേഷം, അതായത് മണിയുടെ അമ്മയുടെ മരണശേഷം മണീനെയും അച്ഛനെയും അവിടെയുള്ള കൗസിനെയും ഹെൻസിനെയും എല്ലാ ഹൗസ് ഹോൾഡ് വർക്ക്സും എല്ലാം വളരെ എനർജറ്റിക്കായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഗ്രാനിയായിരുന്നു.
I can manage quite well, she said. Now listen, said Mani's father sternly. We are not sending you off on your own. I will take you to Missouri. മണിയുടെ ഫാദർ പറയാണ്, അമ്മ വിചാരിക്കുന്ന പോലെ എന്നല്ല, മുത്തശ്ശീനെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല വിടുന്നത്, ഞാൻ എന്തായാലും കൂടെ വരാം എന്നുള്ളതാണ് മുത്തശ്ശി പറയുന്നത്. ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്? ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? അപ്പം നീ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ മണി ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? നിനക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ സാധിച്ചത്? ദെൻ ഐ വിൽ ടേക്ക് യു ടു മുസോറി, സെഡ് മണി ഈഗർലി. ആ സമയത്ത് മണി എന്ത് പറയാണ്, എന്നാൽ അച്ഛൻ വേണ്ട, ഞാൻ എന്ത് ചെയ്യാം, മുത്തശ്ശീൻ്റെ കൂടെ മുസോറിയിലേക്ക് വരാം. സോ ഐ ഹാവ് ബീൻ ടു മുസോറി ബിഫോർ വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്. ഞാൻ ഇതിന് മുമ്പ് എൻ്റെ സ്കൂളിലുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ മുസോറിയിൽ പോയിട്ടുണ്ട്. ഐ നോ വേർ വി ക്യാൻ സ്റ്റേ. എനിക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് എവിടെ നിൽക്കാൻ പറ്റും എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. ബട്ട് ഹി പോസ്ഡ് എ മൊമെൻറ്റ് ആൻഡ് ലുക്ക്ഡ് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ. യു വുഡിൻ ബി ഏബിൾ ടു വാക്ക് ഓൾ ദ വേ ടു നെയിൻ, വുഡ് യു ഗ്രാനി? പക്ഷേ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, കുറച്ച് നെയിൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യാണ്, കുറച്ച് നടക്കാനുള്ള ദൂരമുണ്ട്, അതിന് ഗ്രാനിക്ക് പറ്റുമോ എന്ന് അവൻ ചോദിക്കുകയാണ്. Of course I can walk, said Granny. I may be going blind, but there is nothing wrong with my legs. ഞാൻ ചിലപ്പോൾ എൻ്റെ കാഴ്ചയൊക്കെ കുറയുന്നുണ്ടാവും, പക്ഷേ എൻ്റെ കാലിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നടക്കുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് ഗ്രാനി പറയുന്നത്. ബട്ട് യു ആർ 70 ഗ്രാനി. ഗ്രാനി ഇപ്പം പഴയ പ്രായമൊന്നുമല്ല, 70 വയസ്സായി എന്ന് പറയാണ്. അപ്പം എന്താണ് പറയുന്നത്? വാട്ട് ഹാസ് ദാറ്റ് ഗോട്ട് ടു ഡു വിത്ത് ഇറ്റ്? And besides, it's downhill to Nain, and uphill coming back. Uphill is easier, said Granny. അതിനിപ്പോൾ എന്താ കാര്യം എന്താണ്? കൂടാതെ നെയിനിലേക്ക് പോകാമെന്ന് പറയുന്നത് ഡൗൺ ഹില്ലാണ്, ഒരു താഴ്ന്ന പ്രദേശത്തേക്ക് ഇറങ്ങിപ്പോവാനാണ്. അതിന് തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും, അതൊരു ഉയർന്ന പ്രദേശമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പ് ഹില്ലൊക്കെ ഈസിയാണ് എന്നാണ് ഗ്രാനി പറയുന്നത്. ആ ഗ്രാനീൻ്റെ ഒരു കോൺഫിഡൻസ് നോക്കൂലേ, അത്രയും പ്രായമായിട്ട് എന്ത് കോൺഫിഡൻസോട് കൂടിയാണ് ആ മുത്തശ്ശി വർത്താനം പറയുന്നത്. Now that she knew money might be accompanying her, she was more than ready to make the journey. മണി കൂടെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഗ്രാനി ഏകദേശം ഓക്കെയാണ്, ആ യാത്രയ്ക്ക് ഏകദേശം ഓക്കെയാണ്. വൈൽ വി ആർ ഇൻ മുസോറി വി വിൽ ഗെറ്റ് സം സീറ്റ്സ് ആൻഡ് ബൾബ്സ് ആൻഡ് ന്യൂ ബെൽ ഫോർ ദ വൈറ്റ് കൗ ആൻഡ് എ പുൾ ഓവർ ഫോർ യുവർ ഫാദർ ആൻഡ് ഷൂസ് ഫോർ യു. അങ്ങനെ ആ ജേണീനെ പറ്റി പ്ലാൻ ചെയ്യുമ്പോഴേ മുത്തശ്ശി എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്, നമുക്ക് കുറച്ച് സീറ്റ്സും ബൾബ്സും ഒക്കെ മേടിക്കണം, പിന്നെ എന്താണ് നമ്മുടെ വെള്ള പശുവിന് വേണ്ടിയിട്ട് ഒരു ന്യൂ ബെല്ല് മേടിക്കണം, പിന്നെ നിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് പുൾ ഓവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സ്വെറ്ററൊക്കെ ധരിക്കില്ലേ തണുപ്പ് സമയത്ത് ഇടാൻ, അതുപോലൊരു ഡ്രസ്സാണ് കേട്ടോ, അതുപോലൊരു ഡ്രസ്സ് മേടിക്കണം, നിനക്ക് ഷൂ മേടിക്കണം. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് മുത്തശ്ശി ആലോചിക്കുന്നത്. സോ നൗ just a minute, said Mani's father. Are you going there to have your eyes tested, or are you going on a shopping trip? I have got only 100 rupees to spare. You will have to manage with that. അപ്പം മണീൻ്റെ ഫാദർ ചോദിക്കുകയാണ്, അല്ല നിങ്ങളിപ്പോൾ എന്തിനാണ് പോകുന്നത്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ ഐ ടെസ്റ്റ് ചെയ്യാൻ പോവാണോ അതോ ഷോപ്പിങ്ങിന് പോവാണോ? ഞാനൊരു 100 രൂപ അങ്ങോട്ട് തരും, അതും കൊണ്ട് നിങ്ങൾ മാനേജ് ചെയ്തോളണം. വി വിൽ മാനേജ്, സെഡ് മണി. വി വിൽ സ്ലീപ്പ് അറ്റ് ദ ബസ് ഷെൽട്ടർ. മണി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ മാനേജ് ചെയ്തോളും, ഞങ്ങൾ ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ കിടന്നുറങ്ങിക്കോളാം, ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല. നോ വി വോണ്ട്, സെഡ് ഗ്രാനി. ഐ ഹാവ് ഗോട്ട് 50 rupees ഓഫ് മൈ ഓൺ. വി വിൽ സ്റ്റേ അറ്റ് എ ഹോട്ടൽ. അപ്പോൾ ഗ്രാനി പറയാണ്, നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഒരു 50 രൂപ കൂടി എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ സ്വന്തമായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹോട്ടലിലൊക്കെ താമസിക്കാം. ഏർലി നെക്സ്റ്റ് മോർണിംഗ് in a light drizzle, Granny and Money set out on the path to Nain. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗിൽ തന്നെ അവരെന്ത് ചെയ്യാണ്, അവർ നെയിനിലേക്ക് പുറപ്പെടുകയാണ്, ആ വഴിയിലൂടെ നെയിനിലേക്ക് പുറപ്പെടുകയാണ്. ഓക്കെ. Money carried a small bedding roll on his shoulders. Granny carried a large cloth shopping bag and an umbrella. മണീൻ്റെ കയ്യിൽ എന്താണുള്ളത്, ഒരു ചെറിയ ബെഡിങ് റോള് ഉണ്ട് ഷോൾഡേഴ്സിൽ, അതുപോലെ തന്നെ ഗ്രാനീൻ്റെ കയ്യിൽ ഒരു ലാർജ് ക്ലോത്ത് ഷോപ്പിംഗ് ബാഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു അംബ്രല്ലയും ഉണ്ട്.
whenever you feel tired, we will take rest, said മണി. മണി മുത്തശ്ശീനോട് പറയാണ്, മുത്തശ്ശി എപ്പോൾ ടയേർഡ് ആവുമെന്ന് തോന്നുന്നു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റെസ്റ്റ് എടുക്കാം. സോ ദേ വർക്ക്ഡ് അറ്റ് we have only just started out, said Granny. We will rest when you are hungry. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നിനക്ക് എപ്പോൾ വിശക്കുന്നു എന്ന് തോന്നുന്നു, അപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കാം എന്ന് മുത്തശ്ശി പറഞ്ഞു. സോ ദേ വാക്ക്ഡ് അറ്റ് എ സ്റ്റഡി പേസ് വിത്തൗട്ട് ടോക്കിംഗ് ടു മച്ച്. ഇനി പിന്നെ എന്താണ്, അവരധികം സംസാരിക്കാണ്ട് അങ്ങനെ നടക്കാണ്. സോ എ ഫോക്ക് ഓഫ് പാരറ്റ്സ് whirled overhead, flashes of red and green against the somber sky. There were no other sounds except for the hiss and gentle patter of the rain. അതായത് അവരൊരു ചെറിയ ചാറ്റൽ മഴയൊക്കെയുള്ള സമയത്താണ് പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഒരു കൂട്ടം തത്തകൾ അവരുടെ മുകളിൽ കൂടെ ഇങ്ങനെ പറന്നു പോയ സമയത്ത് എന്താണ്, that flashes of red and green against the somber sky. ആ ശാന്തമായ ആകാശത്തിൽ എന്താണ്, ആ റെഡ് കളറും ഗ്രീൻ കളറിൻ്റെ ഫ്ലാഷസ് അടിക്കുകയാണ്. അതായത് ആ പാരറ്റ്സ് പോയപ്പോഴുള്ള കളർ ഫ്ലാഷ്. ആൻഡ് there were no other sound except for the hiss and gentle patter of the rain. ആ ഒരു മഴയുടെ ആ ഒരു ചെറിയ ഒച്ചയല്ലാതെ വേറൊരു ഒച്ചയുമില്ല. മണി stopped to pick വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഫ്രം എ ബുഷ്. അവൻ അങ്ങനെ പോകുന്ന വഴിക്ക് എന്താണ്, വഴി നിന്ന് ഒരു കണ്ട ബ്ലാക്ക്ബെറീസ് ഒക്കെ പറിക്കുകയാണ്. ഗ്രാനി വാസ് നോട്ട് ഫോണ്ട് ഓഫ് ബെറീസ് ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൺ ഹെർ പേസ്. അതുകൊണ്ട് തന്നെ ഗ്രാനിക്ക് എന്തിൽ താല്പര്യമില്ല, ബ്ലാക്ക്ബെറിയിൽ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല, ബ്ലാക്ക്ബെറി പറിക്കാനൊന്നും നിന്നിട്ടില്ല. മണി ഹാഡ് ടു റൺ ടു ക്യാച്ച് അപ്പ് വിത്ത് ഹെർ. പിന്നീട് അതുകൊണ്ട് തന്നെ മുത്തശ്ശി നിൽക്കാതെ കൊണ്ട് തന്നെ പിന്നീട് മുത്തശ്ശീൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട് മണിക്ക് ഓടേണ്ടതായിട്ട് വന്നു. സൂൺ ഹിസ് ലിപ്സ് were purple with the juice from the berries. അവിടെ എത്തുമ്പോഴത്തേനും എന്താണ്, ആ ബെറീസൊക്കെ കഴിച്ച് അവൻ്റെ ലിപ്സൊക്കെ എന്ത് കളറായിട്ടുണ്ട്, പേർപ്പിൾ കളറായിട്ടുണ്ട്. The rain stopped and the sun came out. Below them the light green of the fields stood out against the dark green of the forest. And hills were bathed in golden sunshine. Money ran ahead. പിന്നെ അവിടെ പറയുന്നത് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്, ആ ഒരു നേച്ചറിൻ്റെ ബ്യൂട്ടീനെയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ മഴയൊക്കെ സ്റ്റോപ്പായിട്ടുണ്ട്, സൂര്യനൊക്കെ ഉദിച്ച് വന്നു തുടങ്ങി. അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ്സ് സ്റ്റുഡ് ഔട്ട് എഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ എന്താണുള്ളത്, ആ ഒരു ഫീൽഡിൻ്റെ ലൈറ്റ് ഗ്രീൻ കളറുണ്ട്. ആൻഡ് ദ ഹിൽസ് വർ ബാത്ത്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ. അതുപോലെ മലമുകളിലെല്ലാം ആ ഒരു സൂര്യൻ ഉദിച്ച് വരുന്നതിൻ്റെ ആ ഒരു സൺഷൈനിങ് ഒക്കെ ഉണ്ട്. സോ ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി, ഹി കോൾഡ്. ഗ്രാനി നിനക്കെല്ലാം കൃത്യമായിട്ട് കാണുന്നുണ്ടോ എന്ന് മണി ചോദിക്കുകയാണ്. ഐ ക്യാൻ സീ ദ പാത്ത് ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്, ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ. എനിക്കിപ്പം വഴിയും കാണാൻ പറ്റുന്നുണ്ട്, അതേപോലെ തന്നെ നിൻ്റെ വൈറ്റ് ഷർട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ധാരാളമാണ്. ഗ്രാനി ആൻഡ് മണി എയ്റ്റ് their light meal on the roadside in the shade of a whispering pine and drank from a spring. എന്താക്കി, അവർ കുറച്ച് സമയം കഴിഞ്ഞ സമയത്ത് അവരുടെ ഒരു ലൈറ്റ് മീൽ റോഡ് സൈഡിൽ വെച്ച് തന്നെ കഴിച്ചു. ഷെയ്ഡ് ഓഫ് എ വിസ്പറിങ് പൈൻ, ഒരു പൈൻ മരത്തിൻ്റെ തണലിലായിട്ട് ഇരുന്ന് അവരെന്ത് ചെയ്തു, ആ ഫുഡ് കഴിച്ചു. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ വർ ഡയറക്ട്ലി എബൌട്ട് 9. അങ്ങനെ ഒരു ആഫ്റ്റർനൂൺ അവസാനമായപ്പോഴത്തേനും അവരെ ഏകദേശം 9 എത്തിച്ചേർന്നു. വി ആർ ഓൾമോസ്റ്റ് ദർ, സെഡ് മണി. ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. ഇപ്പം മണി പറയാണ്, എന്താണ്, എനിക്ക് അങ്കിളിൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം ഇപ്പം കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് പറയാണ്. സോ ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. ഐ കാൺ സീ എ തിങ്, സെഡ് ഗ്രാനി. ഗ്രാനി പറയാണ്, പക്ഷെ എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. ദർ ഇസ് എ തിക്ക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദ വാലി. അപ്പം മണി പറയാണ്, പേടിക്കണ്ട, അത് മഞ്ഞ് കൊണ്ടാണ്, വളരെ മഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നതുണ്ട്, അതുകൊണ്ടാണ് ഗ്രാനിക്ക് കൃത്യമായിട്ടൊന്നും കാണാൻ കഴിയാത്തത് എന്ന് മണി പറയാണ്.
So it began raining heavily as they entered the small market town on the banks of the river. Granny's umbrella was leaking badly, but they were soon drying themselves in Uncle's house and drinking glasses of hot, sweet, milky tea. എന്താണ് വീണ്ടും മഴ നല്ല ശക്തിയായിട്ട് പെയ്യാൻ തുടങ്ങി. ഗ്രാനിയുടെ അംബ്രല്ലയൊക്കെ എന്താണ് ലീക്കേജ് ആണ്. പക്ഷേ എന്താണ് അവർ വേഗം തന്നെ അങ്കിളിൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് അവർ ഡ്രൈയിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് അവരുടെ നനവൊക്കെ മാറ്റി ഒരു നല്ല ഗ്ലാസ് hot sweet milky tea ഒക്കെ കുടിച്ചു. And Mani got up early the next morning and ran down the narrow street to bath in the river. As Mani dressed, he heard the blare of a bus horn. അങ്ങനെ മണി നെക്സ്റ്റ് മോർണിംഗ് തന്നെ എവിടെ പോയി, രാവിലെ തന്നെ പോയി ആ റിവറിൽ കുളിക്കുകയാണ്. അങ്ങനെ മണി ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എന്ത് കേട്ടു? ഹീ ഹേർഡ് എ ബ്ലെയർ ഓഫ് എ ബസ് ഹോൺ. ഒരു ബസ് ഹോണിൻ്റെ ആ ഒരു വലിയ സൗണ്ട് കേൾക്കാണ്. ദർ വാസ് ഓൺലി വൺ ബസ് ടു മുസോറി. അവിടെ ആകെ മുസോറിയിലേക്ക് ആകെ ഒരു ബസ്സാണുള്ളത്. സോ ഹീ സ്കാമ്പേർഡ് അപ്പ് ദ സ്ലോപ്പ് വാണ്ടറിങ് ഇഫ് ദേ ഹാഡ് മിസ്ഡ് ഇറ്റ്. അവൻ ഇങ്ങനെ വളരെ രൂക്ഷമായിട്ട് ഇങ്ങനെ പറയുക, അയ്യോ നമുക്ക് മിസ്സാവോ എന്നുള്ള രീതിയിൽ പറയാണ്. ബട്ട് ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ഹിം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. പക്ഷേ ഗ്രാനി ഓൾറെഡി അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു, ബസ് സ്റ്റോപ്പിൽ അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഷീ ഹാഡ് ഓൾറെഡി ബോട്ട് ദെയർ ടിക്കറ്റ്സ്. ദ ബസ് വാസ് ഓൾഡ് ആൻഡ് rickety and rattled so much that the passengers could barely hear themselves speaking. വളരെയധികം ആൾക്കാരുകളാൽ നിറഞ്ഞിട്ടുള്ള ഒരു ബസ്സായിരുന്നു. വളരെയധികം തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പരസ്പരം പറയുന്നത് തന്നെ വളരെ ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലാവാത്ത രീതിയിലാണ് ഉള്ളത്. So the driver drove at some speed, and whenever he went round a bend, everyone in the bus was thrown about. നമുക്കറിയാമല്ലേ, ഭയങ്കര തിരക്കുള്ള ഒരു ബസ്സിലെ എല്ലാ ആൾക്കാരൊക്കെ ഇങ്ങനെ നിന്ന് പോകുമ്പോൾ ഡ്രൈവർ ഇങ്ങനെ വണ്ടി തിരിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ആ കൂടെ ഇങ്ങനെ തിരിയില്ലേ. സോ ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദ നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ ഗ്രാനി ഫെൽ അസ്ലീപ്, ഹർ ഹെഡ് റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് മണീസ് ഷോൾഡർ. ഇത്രയൊക്കെ തിരക്കാണെങ്കിലും ഇത്രയൊക്കെ ബഹളമാണെങ്കിലും ഗ്രാനി നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്. ആരുടെ ഷോൾഡറിൽ തല വെച്ചുകൊണ്ട്, മണിയുടെ ഷോൾഡറിൽ തല വെച്ചുകൊണ്ട്. സഡൻലി ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിങ് halt. People were thrown forward in their seats. What's happening? Granny asked. Have we arrived? പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ബസ് സ്റ്റോപ്പ് ആവാണ്. പീപ്പിൾ വെർ ത്രൗൺ ഫോർവേഡ് ഇൻ ദ സീറ്റ്സ്. പെട്ടെന്ന് ബ്രേക്ക് ഇടുന്ന സമയത്ത് നമ്മളിങ്ങനെ മുന്നോട്ട് വരില്ലേ, അങ്ങനെ ആളുകളിങ്ങനെ മുന്നോട്ടായിപ്പോയി. ആ സമയത്ത് ഗ്രാനി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എന്ത് ചോദിക്കുകയാണ്? എന്താ പറ്റുന്നത്? നമ്മൾ എത്തിയോ എന്ന് ചോദിക്കുകയാണ്. നോ, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദ റോഡ്. മണി പറഞ്ഞു, ഇല്ല നമ്മൾ എത്തിയിട്ടില്ല, എന്തോ ഒന്ന് റോഡിൽ ബ്ലോക്ക് ആവുന്നു. It's a landslide, exclaimed everyone, and all the passengers put their heads out of the windows to take a look. എന്താണ് അത്? ഒരു മണ്ണിടിച്ചിലാണ്. മണ്ണിടിച്ചിൽ കാരണം വണ്ടി ബ്ലോക്കായി നിൽക്കുകയാണ്. എല്ലാ ആൾക്കാരും അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് ആ പിക്ചറിൽ കാണാം, എല്ലാവരും പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഇറ്റ് വാസ് എ ബിഗ് landslide. Earth, trees and bushes had given way and come crashing down, completely blocking the road. Nor was it over yet. Debris was still falling. Debris means ഇങ്ങനെ അതിൻ്റെ അവശിഷ്ടങ്ങൾ, അതായത് താഴേക്ക് വന്ന മണ്ണിടിച്ചിൽ വന്നതല്ലാണ്ട് മേളിൽ നിന്ന് ബാക്കി ട്രീസും ഇതൊക്കെ പിന്നെയും ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ മണി സോ റോക്സ് ഹേർട്ട്ലിംഗ് ഡൗൺ ദി ഹിൽ ആൻഡ് ഇൻ ടു ദ റിവർ. മണി എന്താണ് കാണുന്നത്? മേളിൽ നിന്ന് വീണ്ടും ചെറിയ റോക്സൊക്കെ ഇങ്ങനെ വീണ് പുഴയിലേക്ക് എത്തുന്നത് മണി കാണും. സോ നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ്, ഒബ്സർവ്ഡ് ഗ്രാനി ഹൂ കുഡിൻറ്റ് സീ എ തിങ്. ഗ്രാനിക്ക് ഏകദേശം ഒന്നും കാണാനൊന്നും പറ്റുന്നില്ലെങ്കിലും ഗ്രാനിക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട് ഇതൊരു ബസ് സ്റ്റോപ്പിന് പറ്റിയ നല്ലൊരു സ്ഥലമല്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഈവൻ ആസ് ഷീ സ്പോക്ക്, എ ഷവർ ഓഫ് സ്റ്റോൺസ് ആൻഡ് സ്മോൾ റോക്സ് കെയിം ക്ലാറ്ററിങ് ഡൗൺ ഓൺ ദ റൂഫ് ഓഫ് ദ ബസ്. ഗ്രാനി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തു?
ചെറിയ സ്റ്റോൺസൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ ബസ്സിൻ്റെ മുകളിലേക്ക് വീഴാണ്. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാറാം. എല്ലാവരും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ദ ഡ്രൈവർ ബിഗാൻ റിവേഴ്സിങ് ആസ് മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. റിവേഴ്സ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും കൂടുതൽ റോക്സ് ഇങ്ങനെ മേളിലേക്ക് വീഴാൻ തുടങ്ങുകയാണ്. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ് സെഡ് ഗ്രാനി. ഞാൻ ഒരിക്കലും ഈ വഴികൾ മോട്ടോർ റോഡ്സിനെ വിശ്വസിക്കുന്നില്ല. ദ ഡ്രൈവർ കെപ്റ്റ് ബാക്കിംഗ് അണ്ടിൽ ദ വർ വെൽ അവേ ഫ്രം ദ ലൈറ്റ് സൈഡ്. എങ്ങനെയൊക്കെയോ അവസാനം എന്താണ്, ബേക്കോട്ടെടുത്ത് ആ ലൈനിൽ നിന്ന് ഒഴിവായി കുറച്ച് ബേക്കോട്ട് അവർ വന്നു. സോ ദെൻ എവ്രി വൺ ടംബിൾഡ് ഔട്ട് ഓഫ് ദ ബസ്. ദേ കുഡ് ടെൽ ഇറ്റ് വുഡ് ടേക്ക് ഡേയ്സ് ടു ക്ലിയർ ദ റോഡ്. അവർക്ക് എന്താണ് മനസ്സിലായി, ഇത് ഇനി ക്ലിയർ ചെയ്യണമെങ്കിൽ ഏകദേശം കുറേ ദിവസങ്ങൾ കൊണ്ട് ക്ലിയർ ചെയ്താൽ മാത്രമേ ആ റോഡിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി അതിൽ ട്രാവലിംഗ് ഒക്കെ നടക്കുള്ളൂ. സോ മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡ് ടു റിട്ടേൺ ടു നെയിൻ വിത്ത് ദ ബസ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആൾക്കാരും തിരിച്ച് ആ ബസ്സിൽ തന്നെ നെയിനിലേക്ക് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. സോ ബട്ട് എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ് എഗ്രി ടു വാക്ക് ടു മുസോറി, ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ദ മൗണ്ടെയിൻ വിച്ച് വുഡ് ബൈപാസ് ദ ലാൻഡ് സ്ലൈഡ്. പക്ഷേ കുറച്ച് ബ്രേവ് ആയിട്ടുള്ള ആൾക്കാർ മുസോറിയിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. എങ്ങനെ, ആ ലാൻഡ് സ്ലൈഡ് എന്ന മൗണ്ടോയിൻ്റെ മേളിൽ കൂടെ കുറച്ച് ഒരു ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്, അതിൽ കൂടെ മുസോറിയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു. മണി ലുക്ക്ഡ് അറ്റ് ഗ്രാനി. ഷാൽ വി ഗോ ബാക്ക്? മണി ചോദിക്കുകയാണ്, നമുക്ക് തിരിച്ചു പോയാലോ? It's only 10 miles, said Granny. We did that yesterday. ഈ ആകെ ഇനി ഒരു 10 മൈൽ ദൂരം കൂടി ഉള്ളൂ, അത് ഓൾറെഡി നമ്മൾ ഇന്നലെ നടന്നതാണ്. So they started climbing a narrow path, and by the time they got to the top of the mountain, Granny and Money were on their own. സോ അങ്ങനെ അവർ ഡിസൈഡ് ചെയ്ത് അവരെന്ത് ചെയ്യാണ്, ആ ഒരു നാരോ പാത്തിലൂടെ ക്ലൈംബ് ചെയ്ത് മൗണ്ടെയിനിലെ ടോപ്പിലൂടെ പോവാണ്. സോ ദ വില്ലേജ് വാസ് ഹിഡൻ ബൈ ദ റേഞ്ച് ടു ദ നോർത്ത്. ഫാർ ബിലോ റഷിംഗ് ദ റിവർ, ഫാർ അബോവ് സർക്കിൾ ദ ഗോൾഡൻ ഈഗിൾ. അങ്ങനെ കുറേ ദൂരെ അവർക്ക് ഒരു പുഴയൊക്കെ കാണാം. അങ്ങനെ അവർ ഏകദേശം കുറേ ദൂരത്തേക്ക് സഞ്ചരിച്ചു. ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ്? ആസ്ഡ് മണി. മണി ചോദിക്കുകയാണ്, മുത്തശ്ശി എന്തെങ്കിലും കഴിക്കാൻ അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടോ? നാച്ചുറലി, സെഡ് ഗ്രാനി. ഐ ന്യൂ യു ഹാഡ് സൂൺ ബി ഹംഗ്രി. എനിക്കറിയായിരുന്നു നീ അധികം താമസിക്കാതെ നിനക്ക് വിശക്കും എന്നുള്ളത് എനിക്കറിയായിരുന്നു. സോ ദർ ആർ പക്കോറാസ് ആൻഡ് ബൺസ് ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. പക്കോറാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പക്കോട എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു പലഹാരമാണ് കേട്ടോ. അതും കുറച്ച് പീച്ചസും ബൺസും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറയാണ്. ഗുഡ്, സെഡ് മണി, forgetting his tiredness. We will eat as we go along. We will stop when you are tired, Granny. Oh, I can't walk 4 hours, said Granny, laughing. But not if it's raining. This umbrella leaks badly. അപ്പോൾ അവനെന്താണ് പറയാണ്, we will eat as we go along. We will stop when you are tired, Granny. നമുക്കിനി എവിടെ നിൽക്കാം, ഗ്രാനി ക്ഷീണിക്കുന്ന സമയത്ത് നിന്നാൽ മതി എന്ന് മണി പറയാണ്. പക്ഷേ ഗ്രാനി എന്താ പറയുന്നത്, I can walk 4 hours. എനിക്ക് എത്ര നേരം വേണമെങ്കിലും നടക്കാനായിട്ട് പറ്റും, പക്ഷേ മഴ പെയ്യുകയാണെങ്കിൽ പറ്റില്ല. കാരണം എന്താണ്, ഈ അംബ്രല്ല ഇപ്പോഴേ ലീക്കാണ്. സോ ഡൗൺ അഗെയിൻ ദേ വെൻറ്റ് ആൻഡ് അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടെയിൻ ആൻഡ് ഓവർ ബെയർ വിൻഡ് സ്പേഡ് ഹിൽ സൈഡ്സ് ആൻഡ് അപ്പ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി deodar forest. And then just as it was getting dark, they saw the lights of Mussoorie twinkling ahead of them. അങ്ങനെ അവർ നടന്ന് ഒരു ഹിൽ സൈഡിലൊക്കെ നടന്ന് ഒരു ഗ്ലൂമി ഡിയോഡർ ഫോറസ്റ്റിലൂടെയൊക്കെ നടന്ന് പോയി ലാസ്റ്റ് ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു, അവർക്ക് മുസോറിയിലെ ലൈറ്റ് കാണുന്ന അത്രയും രീതിയിൽ ക്ലോസ് ആയിട്ട് അവരെത്തി. സോ ആസ് ദേ കെയിം നിയറർ ദ ലൈറ്റ്സ് ഇൻക്രീസ്ഡ് അണ്ടിൽ പ്രസൻ്റ്ലി ദേ വർ ഇൻ എ ബ്രൈറ്റ്ലി ലിറ്റ് ബസാർ. സോ ജോസ്റ്റിൽഡ് ഇൻ ദ ക്രൗഡ്, ഗ്രാനി കെപ്റ്റ് വൺ ഹാൻഡ് ഫേംലി ഓൺ മണീസ് ഷോൾഡർ സോ ദാറ്റ് ഷീ ഡിഡ് നോട്ട് ലൂസ് ഹിം. സോ അങ്ങനെ അവർ ഉദ്ദേശിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനായ മുസോറിയിലേക്ക് അവർ എത്തുന്ന സമയത്ത്
അവരെത്തുന്ന ഒരു ബ്രൈറ്റ്ലി ലിറ്റ് ബസാറിലേക്കാണ്. ഏകദേശം ഒരു ചെറിയ ടൗണിലേക്കാണ് അവരെത്തുന്നത്. അപ്പോഴത്തേക്കും ഗ്രാനി എന്ത് ചെയ്യാണ്, മണീൻ്റെ ഷോൾഡറിൽ മുറുക്കെ പിടിക്കുകയാണ്. എന്തിനാണ്? അവനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. ദേ ആസ്ക്ഡ് അറൗണ്ട് ഫോർ ദ ചീപ്പസ്റ്റ് ഹോട്ടൽ ബട്ട് ദർ വേർ നോ ചീപ്പ് ഹോട്ടൽസ്. സോ ദേ സ്പെൻഡ് ദ നൈറ്റ് ഇൻ എ ധർമ്മശാല അഡ്ജോയിനിങ് ദ ടെമ്പിൾ. അവർ എന്ത് ചെയ്തു, ഒരു ചീപ്പ് ഹോട്ടലിന്, നിങ്ങൾക്കറിയാം എമൗണ്ടൊക്കെ വളരെ കുറവാണ്, അതുകൊണ്ട് എമൗണ്ടൊക്കെ വളരെ കുറഞ്ഞ ഒരു ഹോട്ടലിന് വേണ്ടി അന്വേഷിച്ചു. പക്ഷെ എന്താണ്, അവിടെ അങ്ങനെ ചീപ്പ് റേറ്റിൽ ഹോട്ടലൊന്നും കിട്ടാനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെവിടെയാണ് താമസിച്ചത്? ടെമ്പിളിൻ്റെ അടുത്തുള്ള ഒരു ധർമ്മശാലയിലാണ് അവർ ആ നൈറ്റ് താമസിച്ചത്. നെക്സ്റ്റ് മോർണിംഗ് അറ്റ് ദ ഐ ഹോസ്പിറ്റൽ ദേ ജോയിൻഡ് എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ്. ദ ഐ സ്പെഷ്യലിസ്റ്റ്, a portly man in a suit and tie, dealt with the patients in a brisk but kind manner. സോ അങ്ങനെ അറ്റ് ലാസ്റ്റ് അവർ ആ ഹൈ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ഹൈ ഹോസ്പിറ്റലിൽ ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഒരു പോർഷ്യലി മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അത്യാവശ്യം നല്ല വെൽ ഡ്രസ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ആൻഡ് ഹീസ് വിത്ത് ദ പേഷ്യൻസ് ഇൻ എ ബ്രിസ്ക് ബട്ട് കൈൻഡ് മാനർ, വളരെ കൈൻഡ് ആയിട്ടുള്ള മനറിൽ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നു. ആഫ്റ്റർ ആൻ അവേഴ്സ് വെയിറ്റ് ഗ്രാനീസ് ടേൺ കം. അങ്ങനെ ഒരു അരമണിക്കൂറത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഗ്രാനിയുടെ ടേൺ എത്തി. ദ ഡോക്ടർ took one horrified look at Granny's glasses and dropped them in a waste basket. കുറച്ച് നേരം ഇങ്ങനെ ഗ്രാനീൻ്റെ കണ്ണടയിൽ നോക്കിയിട്ട് അതെന്ത് ചെയ്തു, വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഒറ്റയിടൽ. സോ ദെൻ ഹി ഫിഷ്ഡ് ദം ഔട്ട് ആൻഡ് പ്ലേസ്ഡ് ദം ഓൺ ഹിസ് ഡെസ്ക് ആൻഡ് സെഡ്, on second thought, I think I will send them to a museum. You should have changed your glasses years ago. They have probably done more harm than good. കുറച്ച് ഞാനൊന്ന് രണ്ടാമത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഗ്ലാസ് മ്യൂസിയത്തിന് അയച്ചു കൊടുക്കായിരുന്നു. അത്രത്തോളം പഴക്കമുണ്ട് അതിന്. എന്താണ് പറയുന്നത്, നിങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ ഗ്ലാസ് മാറ്റേണ്ടതായിരുന്നു. നിങ്ങൾക്ക് ഗുണത്തിന് പകരം വളരെയധികം ദോഷമാണ് ആ ഗ്ലാസ് തന്നിട്ടുള്ളത് എന്ന് പറയാണ്. സോ ഈസ് എക്സാംഡ് ഗ്രാനീസ് ഐസ് ആൻഡ് സെഡ്, യുവർ ഐസ് ആർ വെരി വീക്ക് ബട്ട് യു ആർ നോട്ട് ഗോയിങ് ബ്ലൈൻഡ്. അങ്ങനെ പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്താണ് പറയുന്നത്, മുത്തശ്ശീൻ്റെ കണ്ണുകൾ വളരെ വീക്കാണ്, പക്ഷേ മുത്തശ്ശി ഒരിക്കലും എന്താവില്ല, ബ്ലൈൻഡ് ആവില്ല എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്. ദെൻ ഹി പ്ലേസ്ഡ് ഹർ വി വിൽ ഫിറ്റ് യു അപ്പ് വിത്ത് എ സ്ട്രോങ് പെയർ ഓഫ് ഗ്ലാസ്സസ്. നിങ്ങൾക്ക് പാകമായിട്ടുള്ള ഒരു നല്ല പെയർ ഓഫ് ഗ്ലാസ്സസ് ഞങ്ങൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണെന്ന് ഡോക്ടർ പറയുന്നു. ദെൻ ഹി പ്ലേസ്ഡ് ഹെർ ഇൻ ഫ്രണ്ട് ഓഫ് എ ബോർഡ് കവേർഡ് വിത്ത് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ആൻഡ് ലാർജ് ആൻഡ് സ്മോൾ ആൻഡ് ആസ്ക്ഡ് ഗ്രാനി ഇഫ് ഷീ കുഡ് മേക്ക് ദം ഔട്ട്. നമ്മൾ ഒക്കെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുള്ളവർക്കറിയാം, നമ്മളുടെ മുമ്പിൽ എന്ത് ചെയ്യും, ഒരു ബോർഡിൽ ഡോക്ടർ ഇങ്ങനെ കുറേ ലെറ്റേഴ്സൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. ഇവിടെയും ഗ്രാനിക്കും അതുപോലെ തന്നെ കാണിക്കുകയാണ്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉള്ള കവേർഡ് ചെയ്ത ബോർഡിലുള്ള ലെറ്റേഴ്സ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ചിലത് ചെറുതാണ്, ചിലത് വലുതാണ്. സോ ഐ കാൻ ഈവൻ സീ ദ ബോർഡ്, said Granny. Well, can you see me? asked the daughter. Some of you, said the Granny. Granny പറയാണ്, എനിക്ക് ആ ബോർഡ് പോലും കാണുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, ഗ്രാനിക്ക്, മുത്തശ്ശിക്ക് എന്നെ കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നു, വളരെ കുറച്ച് മാത്രം എന്ന് പറയുന്നു. സോ ഐ വാണ്ട് യു ടു സീ ഓൾ ഓഫ് മീ. അപ്പോൾ ഡോക്ടർ എന്താണ് പറയുന്നത്, ഞാൻ എന്തായാലും ഗ്രാനിക്ക് എന്നെ മൊത്തത്തിൽ കാണുന്ന രീതിയിൽ തന്നെ അതിൻ്റെ പവർ കൂട്ടിത്തരും, said the doctor, and he balanced a wire frame on Granny's nose and began trying out different lenses. അങ്ങനെ ലെൻസ് മാറ്റി വെച്ച് നോക്കാൻ വേണ്ടി തുടങ്ങി. Suddenly Granny could see much better. പെട്ടെന്ന് ഗ്രാനിക്ക് കുറച്ചും കൂടി നന്നായി കാണുന്ന പോലെ ഫീൽ ചെയ്തു. And she saw the board and the biggest letters on it. അങ്ങനെ ബോർഡിലും ആ ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സും ഗ്രാനിക്ക് കാണാൻ പറ്റുന്ന രീതിയിലെത്തി. ക്യാൻ യു സീ മീ നൗ ആസ്ക്ഡ് ദ ഡോക്ടർ. ഡോക്ടർ അപ്പോൾ എന്താ ചോദിച്ചത്, ഇപ്പം എന്നെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. മോസ്റ്റ് ഓഫ് യു, ഏകദേശം കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. സോ ആൻഡ് ദെൻ ആഡഡ്, ബൈ ദ വേ ഓഫ് ബീയിങ് ഹെൽപ്ഫുൾ ദർ ഇസ് ക്വയറ്റ് എ ലോട്ട് ഓഫ് യു ടു സീ. അപ്പം എന്താണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി മൊത്തത്തിൽ എന്നെ കാണാൻ വെയിറ്റ് ചെയ്യൂ എന്ന് പറയാണ്. Thank you, said the doctor, and now turn around and tell me if you can see your grandson. അങ്ങനെ at last
ഡോക്ടർ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് തിരിഞ്ഞിട്ട് മുത്തശ്ശിക്ക് മുത്തശ്ശീൻ്റെ ഗ്രാൻഡ് സൺ അതായത് മണീനെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്ന് നോക്കൂ എന്ന് പറയാണ്. സോ ഗ്രാനി ടേൺഡ് ആൻഡ് സോ മണി ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ്. വളരെ കുറേ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി മണീനെ വളരെ ക്ലിയർ ആയിട്ട് മുത്തശ്ശി അന്ന് കണ്ടു. Money, she exclaimed, clapping her hands with joy. How nice you look. What a fine boy I have brought up. But you do need a haircut and a wash, and buttons on your shirt, and a new pair of shoes. Come along to the bazaar. അപ്പോൾ തന്നെ മുത്തശ്ശി ഭയങ്കര സന്തോഷമാണ്. ഓ എന്ത് ഭംഗിയാണ് നിന്നെ കാണാൻ, എന്ത് നല്ല ഭംഗിയുള്ള കുട്ടിയായിട്ടാണ് ഞാൻ നിന്നെ വളർത്തിയിരിക്കുന്നത്. പക്ഷേ നിനക്ക് നിൻ്റെ മുടി ഒന്ന് ഹെയർ കട്ട് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്ട് ഒരു നിൻ്റെ ഷർട്ട്സിൻ്റെ ബട്ടൺ പ്രോപ്പർ ആക്കാനുണ്ട്, നിനക്കൊരു നല്ല പെയർ ഓഫ് ഷൂവിൻ്റെ അത്യാവശ്യമുണ്ട്, ബാ നമുക്ക് ബസാറിലേക്ക് പോകാം എന്ന് തിരക്ക് കൂട്ടുകയാണ്. First have your new glasses made, said Money, laughing. Then we will go shopping. ആദ്യം മുത്തശ്ശിൻ്റെ പുതിയ ഗ്ലാസ് ഇട്, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഷോപ്പിങ്ങിന് പോവാമെന്ന് പറയാം. സോ എ ഡേ ലേറ്റർ ദേ വർ ഇൻ എ ബസ് അഗെയിൻ. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ് ആൻഡ് മണി സാറ്റ് ബിസൈഡ് ഹർ. അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം അവർ തിരിച്ചു വരികയാണ്, ബസ്സിലാണുള്ളത്. ഗ്രാനിക്ക് വിൻഡോ സീറ്റ് കിട്ടി, മണിയും ഗ്രാനിയുടെ തൊട്ടടുത്തുണ്ട്. സോ ഹി ഹാഡ് ന്യൂ ഷൂസസ് ആൻഡ് ഗ്രാനി ഹാഡ് എ ന്യൂ അംബ്രല്ല ആൻഡ് ദേ ഹാഡ് ഓൾസോ ബ്രോട്ട് എ തിക്ക് വൂളൻ ടിബറ്റൻ പുളോവർ ഫോർ മണീസ് ഫാദർ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഗ്രാനിക്ക് വേണ്ടി ഒരു പുതിയ അംബ്രല്ല, മണിക്ക് നല്ല ന്യൂ ഷൂസസ്, അതുപോലെ തന്നെ മണിയുടെ അച്ഛന് വേണ്ടിയിട്ട് നല്ല ഒരു ടിബറ്റൻ പുള്ളോവർ ആൻഡ് സീഡ്സ് ആൻഡ് ബൾബ്സ് ആൻഡ് കൗബൽ. സോ ഇത്രയും കാര്യങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. As the bus moved off, Granny looked eagerly out of the window. She could see many things that she hadn't seen for a long time. Distant villages, people working in the fields, milkmen on the road, 2 dogs rushing along beside the bus, monkeys in the tree, and most wonderful of all, a rainbow in the sky. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷം ഗ്രാനി പുറത്തുള്ള ഓരോ കാഴ്ചകളും എൻജോയ് ചെയ്യാണ്. ഓരോ കാഴ്ചകളും ഗ്രാനി കാണുന്നത് വിശദമായിട്ട് തന്നെ അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെ പറയുന്നുണ്ട്? പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്സ്, അതായത് വയലിൽ പണിയെടുക്കുന്ന ആളുകൾ, പാലും കൊണ്ട് പോകുന്ന ആൾക്കാർ വഴിയിൽ, അതുപോലെ തന്നെ 2 dogs റഷിങ് അലോങ് ബിസൈഡ് ദ ബസ്, ആ ബസ്സിൻ്റെ അരികത്തൂടെ ഓടുന്ന 2 പട്ടികൾ, ആൻഡ് കുറേ കുരങ്ങന്മാർ മരത്തിലിരുന്ന് കളിക്കുന്നു. അങ്ങനെ ഓരോ കാഴ്ചകളും ഗ്രാനി എൻജോയ് ചെയ്യാണ്. ഷീ കുഡിൻറ്റ് സീ പെർഫെക്റ്റ്ലി ഓഫ് കോഴ്സ്, ബട്ട് ഷീ വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്മെൻറ്റ്. വളരെ ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ലെങ്കിൽ കൂടി ആ ഒരു ഉണ്ടായിരുന്ന കാഴ്ച കുറച്ചും കൂടി ബെറ്ററായി കിട്ടിയപ്പം ഗ്രാനി വളരെയധികം ഹാപ്പിയാണ്. മണി വാച്ച്ഡ് ഫോർ എ ടൈം ആൻഡ് ലിസൺ ടു ഹെർ എക്സൈറ്റഡ് ചാറ്റർ. കുറേ നേരം മണി മുത്തശ്ശി ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുന്നത് നോക്കിയിരിക്കുകയും മുത്തശ്ശി എക്സൈറ്റായിട്ട് സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്തു. ദെൻ ഹിസ് ഹെഡ് ബിഗാൻ ടു നോഡ്. ഇറ്റ് ഡ്രോപ്ഡ് അഗെയിൻസ്റ്റ് ദ ഗ്രാനീസ് ഷോൾഡർ ആൻഡ് റിമൈൻഡ് ദർ കംഫർട്ടബിളി സപ്പോർട്ടഡ്. അങ്ങനെ പതിയെ മണി ഒന്ന് മയങ്ങിപ്പോവാണ്. ആരുടെ തോളിലേക്ക്, ഗ്രാനിയുടെ തോളിലേക്ക് തലകൾ ചായച്ച് വെച്ച് പതിയെ മണി മയങ്ങുന്നു. ദ ബസ് swerved and jolted along the winding mountain road, but Mani was fast asleep. വളരെ കുലുക്കത്തിലൂടെയും ഒക്കെയാണ് വണ്ടി പോകുന്നതെങ്കിൽ കൂടി മണി നല്ലോണം ഉറങ്ങി മുത്തശ്ശിയുടെ ഷോൾഡറിൽ നല്ലോണം മയങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ ഒരു സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ പോകുമ്പം ഗ്രാനിയായിരുന്നു മണീൻ്റെ ഷോൾഡറിൽ ഉറങ്ങുന്നതല്ലേ. ഇപ്പോൾ തിരിച്ചു വരുമ്പം മണി വളരെ സേഫായിട്ട് നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ അല്ലെങ്കിൽ ഗ്രാനീൻ്റെ ഷോൾഡറിൽ വളരെ സമാധാനത്തോടു കൂടി ഉറങ്ങുന്നു. അപ്പം നല്ല റസ്കിൻ ബോണ്ടിൻ്റെ നല്ല സൂപ്പറായിട്ടുള്ളൊരു സ്റ്റോറി, അതായത് ഗ്രാൻഡ് മദേഴ്സിൻ്റെ ലവും അഫെക്ഷനും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു നല്ല ബ്യൂട്ടിഫുള്ളായ സ്റ്റോറിയായിരുന്നു. നമ്മൾ ഗ്രാൻഡ് പാരൻസിനെയൊക്കെ സ്നേഹിക്കുന്നതിൻ്റെയൊക്കെ പ്രാധാന്യം പറയുന്ന വളരെ നല്ലൊരു സ്റ്റോറിയാണ്. അപ്പം സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്